എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 ഹയർ സെക്കൻഡറി സ്പോർട്സ് ക്വാട്ട പ്രവേശനത്തിനായിട്ടുള്ള സ്പോർട്സ് അച്ചീവ്മെൻറ്റ് രജിസ്ട്രേഷൻ ചെയ്യാനുള്ള അവസാന തീയതി ഇന്ന് അവസാനിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾ സ്പോർട്സ് ക്വാട്ടയിൽ ഇതുവരെ നിങ്ങളുടെ നേട്ടങ്ങൾ രജിസ്ട്രേഷൻ ചെയ്തിട്ടില്ല എങ്കിൽ അതായത് നിങ്ങൾക്ക് സ്പോർട്സ് അച്ചീവ്മെൻറ്റ് രജിസ്ട്രേഷൻ എന്നുള്ള HSKP വെബ്സൈറ്റിലെ ലിങ്ക് മുഖാന്തരം നിങ്ങൾക്ക് സ്പോർട്സ് അച്ചീവ്മെൻറ്റ് രജിസ്ട്രേഷൻ ചെയ്യാവുന്നതും നിങ്ങളുടെ ജില്ലയിലെ ജില്ലാ സ്പോർട്സ് കൗൺസിൽ ഓഫീസിൽ പോയിക്കൊണ്ട് നിങ്ങളുടെ ആ ഒരു സർട്ടിഫിക്കറ്റുകൾ വെരിഫൈ ചെയ്യാവുന്നതുമാണ്. സ്പോർട്സ് ക്വാട്ട അച്ചീവ്മെൻറ്റ് രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് വിദ്യാർത്ഥികൾക്ക് ഒരു രജിസ്റ്റർ നമ്പർ അതിൽ കിട്ടുന്നതായിരിക്കും. അത് കൃത്യമായിട്ട് നിങ്ങൾ ഓർത്ത് വെക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ എങ്ങനെയാണ് ഈ ഒരു സ്പോർട്സ് ക്വാട്ടയിൽ അപേക്ഷിക്കാമെന്നുള്ളത് ഹൗ ടു രജിസ്റ്റർ എന്നുള്ള ലിങ്കിൽ കൃത്യമായിട്ട് PDF ആയിട്ട് തന്നെ എങ്ങനെ അപേക്ഷിക്കാമെന്നുള്ള ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു പേജിൽ തന്നെ നിങ്ങൾക്ക് ഡിസ്ട്രിക്ട് സ്പോർട്സ് കൗൺസിൽ കോൺടാക്റ്റ് നമ്പേഴ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് അത് ഡൗൺലോഡ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ നിങ്ങളുടെ ജില്ലയിലെ ജില്ലാ സ്പോർട്സ് കൗൺസിൽ ഓഫീസിൻ്റെ നമ്പേഴ്സ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ അതിൽ കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജില്ലയിലെ സ്പോർട്സ് കൗൺസിൽ ഓഫീസ് എവിടെയാണ് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ഈ ഒരു സ്പോർട്സ് അച്ചീവ്മെൻറ്റ് രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ള ആ ഒരു ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളൊക്കെ അതായത് ആ സ്പോർട്സ് സർട്ടിഫിക്കറ്റുകളും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് അതുപോലെ അപേക്ഷിച്ച സമയത്ത് നിങ്ങൾക്കൊരു പ്രിൻ്റ് ഔട്ട് ഇട്ടിട്ടുണ്ടാകും. അത് സ്പോർട്സ് അച്ചീവ്മെൻറ്റ് രജിസ്ട്രേഷൻ ചെയ്ത സമയത്ത് ഒരു പ്രിൻ്റ് ഔട്ട് ഇട്ടിട്ടുണ്ടാകും. അപ്പോൾ നിങ്ങൾ ആ ഒരു പ്രിൻ്റ് ഔട്ടും എടുത്തുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ ജില്ലയിലെ ജില്ലാ സ്പോർട്സ് കൗൺസിൽ ഓഫീസിൽ പോയിക്കൊണ്ട് വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ ഈ ഒരു അച്ചീവ്മെൻറ്റ് സർട്ടിഫിക്കറ്റുകളൊക്കെ കൃത്യമായിട്ട് വെരിഫൈ ചെയ്യാവുന്നതാണ്. ഇങ്ങനെ വെരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു സ്കോർ കാർഡ് കിട്ടും. അപ്പോൾ ആ ഒരു സ്കോർ കാർഡും നിങ്ങൾ എടുത്തുകൊണ്ട് നേരെ അതായത് നിങ്ങൾക്ക് ഏതെങ്കിലും സ്വന്തമായിട്ട് അപേക്ഷിക്കാൻ പറ്റുമെങ്കിൽ സ്വന്തമായിട്ട് അപേക്ഷിക്കുക. അതല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു അക്ഷയയോ അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് കഫേകൾ വഴിയോ പോയിട്ട് ഈ ഒരു അപേക്ഷ സമർപ്പിക്കുക. അപ്പോൾ ആദ്യം നിങ്ങൾക്ക് സ്വന്തമായിട്ട് അപേക്ഷിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യാവുന്നതാണ്. ഇവിടെ ക്രിയേറ്റ് കാൻഡിഡേറ്റ് ലോഗിൻ സ്പോർട്സ് എന്നുള്ള ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾ ഏത് ജില്ലയിലെ സ്പോർട്സ് ക്വാട്ട സീറ്റിലേക്കാണ് അപേക്ഷിക്കുന്നത്, അതായത് ഒരു വിദ്യാർത്ഥിക്ക് ഒന്നിലധികം ജില്ലകളിലൊക്കെ അപേക്ഷിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഏത് ജില്ലയിലെ സ്പോർട്സ് ക്വാട്ടയിലേക്കാണ് നിങ്ങൾ അപേക്ഷിക്കുന്നത് ആ ഒരു ജില്ല സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ക്രിയേറ്റ് കാൻഡിഡേറ്റ് ലോഗിൻ സ്പോർട്സ് എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾ ഏത് ജില്ലയിലേക്കാണോ അപേക്ഷിക്കുന്നത് ആ ഒരു ജില്ല സെലക്ട് ചെയ്ത് കൊടുക്കുക, സബ്മിറ്റ് ചെയ്യുക. സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് വിദ്യാർത്ഥികൾക്ക് പിന്നീട് വരുന്ന പേജിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്പോർട്സിൻ്റെ രജിസ്ട്രേഷൻ നമ്പർ, അത് നേരത്തെ പറഞ്ഞു നിങ്ങൾക്കൊരു രജിസ്ട്രേഷൻ നമ്പർ കിട്ടുമെന്ന്, അപ്പോൾ ആ ഒരു രജിസ്ട്രേഷൻ നമ്പറും അതുപോലെ തന്നെ നിങ്ങളുടെ SLC സ്കീം അതുപോലെ തന്നെയുള്ള മറ്റ് എല്ലാവിധ ഡീറ്റെയിൽസും കറക്റ്റായിട്ട് കൊടുത്ത് ഒരു തെറ്റുകളും ഇല്ല എന്ന് കൺഫേം ചെയ്ത ശേഷം പിന്നീട് സബ്മിറ്റ് ചെയ്യാവുന്നതും നിങ്ങളുടെ രജിസ്ട്രേഷൻ ചെയ്ത ഫോൺ നമ്പറിലേക്ക് നിങ്ങൾക്ക് സെൻഡ് OTP ഓപ്ഷൻ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്ത് സെൻഡ് OTP ഓപ്ഷൻ നിങ്ങളുടെ ഫോണിലേക്ക് വരുന്നതും ആയിരിക്കും. അപ്പോൾ സെൻഡ് OTP ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ ഫോണിലേക്ക് വരുന്ന OTP നൽകി കഴിഞ്ഞാൽ പിന്നീട് അടുത്ത പേജിൽ പാസ്വേഡ് സെറ്റ് ചെയ്ത് കൊടുക്കാനുള്ള പേജ് വരും. അവിടെ നിങ്ങൾക്ക് ഈ ഒരു സ്പോർട്സ് ക്വാട്ടയുടെ ഈ ഒരു അഡ്മിഷൻ്റെ ആ ഒരു ലോഗിനിൽ എന്ത് പാസ്വേഡാണ് നിങ്ങൾ കൊടുക്കാൻ ആഗ്രഹിക്കുന്നത് 8 ക്യാരക്ടേഴ്സുള്ള നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് പാസ്വേഡും കൊടുക്കാവുന്നതാണ്. അപ്പോൾ കൊടുക്കുന്ന പാസ്വേഡ് കൃത്യമായിട്ട് ഒരു പേപ്പറിൽ എഴുതി വയ്ക്കുക. അതിനുശേഷം വിദ്യാർത്ഥികൾ ഒരു 2 പ്രാവശ്യം ആ ഒരു പേജിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കാനുള്ള ഭാഗമുണ്ടാവും. അപ്പോൾ അവിടെ കൃത്യമായിട്ട് പാസ്വേഡ് 2 പ്രാവശ്യം കൊടുത്ത ശേഷം വിദ്യാർത്ഥികൾ അപ്ഡേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ പുതിയ പാസ്വേഡ്, പുതിയതല്ല ഈ ഒരു സ്പോർട്സ് ക്വാട്ടയുടെ ആ ഒരു പാസ്വേഡ് സെറ്റാവും. അപ്പോൾ അത് കൊടുത്ത് അപ്ഡേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് ആപ്ലിക്കേഷൻ നമ്പർ ഒരു പേപ്പറിൽ കൃത്യമായിട്ട് എഴുതി വയ്ക്കുക. അതുപോലെ സ്ക്രീൻഷോട്ടും എടുത്ത് വെക്കുന്നുണ്ടെങ്കിൽ എടുത്ത് വെക്കുക, കാരണം മറന്നു പോകരുത്, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിനുശേഷം വിദ്യാർത്ഥികൾക്ക് പിന്നീട് ഈ ഒരു ഹോം പേജിലേക്ക് വരിക. അതിനുശേഷം കാൻഡിഡേറ്റ് ലോഗിൻ സ്പോർട്സ് എന്നുള്ള ലിങ്കാണ്. അതിൽ ക്ലിക്ക് ചെയ്ത ശേഷം വിദ്യാർത്ഥികൾക്ക് ഇവിടെ യൂസർ നെയിം, പാസ്വേഡ് അതുപോലെ ജില്ല എന്നിവ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്ത് ലോഗിൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് പിന്നീട് നിങ്ങളുടെ ആപ്ലിക്കേഷനിൽ അതായത് അപ്ലൈ ഓൺലൈൻ എന്നുള്ള ലിങ്ക് ആ ഒരു ലോഗിൻ ചെയ്ത പേജിൽ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് സ്പോർട്സ് ക്വാട്ടയിലേക്കുള്ള പ്രവേശനത്തിനായിട്ടുള്ള നിങ്ങളുടെ എല്ലാവിധ ഡീറ്റെയിൽസും കൊടുത്ത് സർട്ടിഫിക്കറ്റ് ഡീറ്റെയിൽസും ഒക്കെ ഓട്ടോമാറ്റിക്കലി വരും. അതുപോലെ നിങ്ങളുടെ പേരും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് കൊടുക്കുക, റിസർവേഷൻ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ഏതൊക്കെ സ്കൂളുകളിൽ ഏതൊക്കെ കോഴ്സിലാണ് സ്പോർട്സ് ക്വാട്ടയിൽ അഡ്മിഷൻ വേണ്ടത് അത് കൃത്യമായിട്ട് ഓപ്ഷനുകളായിട്ട് കൊടുത്ത ശേഷം നിങ്ങൾക്ക് അപേക്ഷയിൽ എല്ലാം സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അതുപോലെ റിസർവേഷൻ ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളൊക്കെ അതുപോലെ ബോണസ് പോയിൻ്റ്, ക്ലബ് സർട്ടിഫിക്കറ്റ് ഇതുപോലുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുത്ത ശേഷം വിദ്യാർത്ഥികൾക്ക് പിന്നീട് ആ ഒരു സബ്മിറ്റ് ഓളിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്കൊരു പ്രിവ്യൂ പേജ് കാണാൻ പറ്റും. അതായത് പ്രിവ്യൂ പേജ് എന്ന് പറയുമ്പോൾ നിങ്ങൾ നൽകിയ എല്ലാവിധ ഡീറ്റെയിൽസും കാണാം. അതുപോലെ നൽകിയിട്ടുള്ള ആ ഒരു ഓരോ ഡീറ്റെയിൽസിൻ്റെ സെഷൻ്റെ സൈഡിലും എഡിറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു സെഷൻ്റെ പേരെന്താണ് അത് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ടാകും. അങ്ങനെ എഡിറ്റ് ചെയ്യണമെങ്കിൽ എഡിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാം. അതിനുശേഷം സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾ ഈ ഒരു പ്രിവ്യൂ പേജിൽ വീണ്ടും എത്തും. അങ്ങനെ നിങ്ങൾക്ക് ഈ ഒരു എല്ലാ ഡീറ്റെയിൽസും ഓക്കെ ആണെങ്കിൽ ആ ഒരു പേജിൽ ഏറ്റവും താഴെയായിട്ട് നിങ്ങൾക്കൊരു ഇതുപോലെ ഒരു ബോക്സ് ഉണ്ടാകും. അതിൽ ടിക്ക് ചെയ്ത് ഫൈനൽ കൺഫർമേഷൻ ബട്ടൺ ആക്റ്റീവ് ആവും. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഫൈനൽ കൺഫർമേഷൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇന്നാണ് ഈ ഒരു അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി. അപ്പോൾ വിദ്യാർത്ഥികൾ അപേക്ഷ സമർപ്പിച്ചിട്ടില്ലെങ്കിൽ ഉടൻ അപേക്ഷ നൽകാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.